ഭയങ്കര ഇമോഷണലായിട്ടും ഫീൽ ചെയ്യും. സിസ്റ്ററിന് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്, അവൾ എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. ഇതെനിക്കൊരു ഫസ്റ്റ് അനുഭവമാണെന്ന് പറയാം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേയുള്ള ഇതുവരെയുള്ള എൻ്റെ ലൈഫിലുള്ള എത്ര പെരുന്നാളും ഞാൻ ആഘോഷിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സൗദിയിൽ വന്നിട്ട്, ഫസ്റ്റ് ഈദാണ്. സോ അത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഡെഫിനറ്റ്ലി അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ഇമോഷണലായിട്ടും ഫീൽ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേയുള്ള അത്ര പെരുന്നാളിന് നമ്മൾ ചെയ്യുന്നത്, പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാനും ഉമ്മായും നജുവും ഒക്കെ ആയിട്ട് മെഹന്തി ഇടുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, ലൈക്ക് തക്ബീർ വിളിക്കാൻ വേണ്ടിയിട്ട് തക്ബീർ കേട്ട ഉടനെ തന്നെ നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പെരുന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട് മെഹന്തിയൊക്കെ ഇട്ട് സെറ്റാക്കും. തലേ ദിവസം നമുക്കിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നെക്സ്റ്റ് ഡേ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് ഉണ്ട്. ബിക്കോസ് അവിടെ പോയിരുന്ന സിസ്റ്ററിന് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്, അവൾ എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്, അങ്ങനെ. പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും വാപ്പ എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വരും, അപ്പോൾ അത് കഴിക്കുന്നത്, അങ്ങനെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീക്കുമ്പോൾ വീട്ടിൽ ഉമ്മായും വാപ്പായും കൂടെ ചേർന്നിട്ട് ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ വാപ്പ ഉണ്ടാക്കുന്നൊരു ചിക്കൻ കറിയും മട്ടൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ട്, കറിയൊക്കെ ഉണ്ടാക്കും. വാപ്പ ഉണ്ടാക്കുന്ന കറി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ കറി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഫ്രൈ ഉണ്ടാവും, അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട്. മെഹന്തി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് മെഹന്തി വരയ്ക്കാൻ അറിയാവുന്നൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അതൊരു ഹാപ്പിനെസ് അല്ലേ പെരുന്നാളിൻ്റെ തലേന്ന് മെഹന്തി ഇടാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എനിക്ക് മെഹന്തിയൊക്കെ മേടിച്ച് തന്നു. സോ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഞാനിപ്പോൾ ഇടാൻ പോവാണ്. അത് ഇടുന്നതിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് മെഹന്തി കയ്യിലെടുക്കുന്ന മൊമെൻറ്റ് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, എല്ലാവരെയും മിസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഫീൽ തോന്നും. ഇത് ഈ പ്രാവശ്യത്തത് ഒരു ഡിഫറെൻ്റ് അനുഭവമായിരിക്കും എന്ന് വിചാരിക്കും. സോ എനിവേസ് നമുക്ക് ഗൈസ്, തനിയാണെന്നുള്ളതിൻ്റെ ഒരു ലൈക്ക് എന്താ പറയുക, നാട് മിസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഒബ്വിയസ്ലി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ മെഹന്തി കൊണക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഈ മെഹന്തി ഞാൻ ഉദ്ദേശിച്ച മെഹന്തി പോലെയല്ല ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടുതലാണ്. സോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയോ വരയ്ക്കട്ടെന്ന് പറയാൻ പറ്റും. എങ്ങനെയോ ഒരു സൈഡ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. ബിക്കോസ് പെർഫെക്റ്റ് ആയിട്ടില്ല, ബിക്കോസ് നല്ല ബുദ്ധിമുട്ടായിട്ടില്ല. ഇങ്ങനെ വരച്ച് ഫിനിഷ് ചെയ്യുമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സെക്കൻഡ് സൈഡിൽ നമ്മൾ വരച്ചു. നല്ല ബുദ്ധിമുട്ടായിരുന്നു വരയ്ക്കാൻ വേണ്ടി. ബട്ട് സ്റ്റിൽ ഒരു കൈയും കൂടെ ഉണ്ട്, പക്ഷെ അത് നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഒരു കയ്യിലെ മെഹന്തി മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ അടുത്ത കയ്യിലെ മെഹന്തി ഹസ്ബൻഡ് ഇട്ടതാണെന്ന് പറയുന്നത്. ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞ് സെറ്റാക്കി തന്നു. ഇപ്രാവശ്യത്തെ എല്ലാം സെറ്റാക്കി.